നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് ദൈവദർശനം പ്രകടമാകുന്നു. ഇതിൽ ഒരു മഹത്തായ സംഭവമാണ് കാണുന്നത്. ഒരു ശാബത്ത് നാൾ യേശു ക്രിസ്തു പള്ളിയിൽ ഉപദേശിക്കുമ്പോൾ 18 വർഷമായി കൂനിയായിരിക്കേണ്ടി വന്ന ഒരു സ്ത്രീയെ കണ്ടു. ആരും അവളെ ശ്രദ്ധിച്ചില്ല. അവൾ ദുഃഖത്തിലും ബുദ്ധിമുട്ടിലും കഴിയുന്നവളായിരുന്നു. പക്ഷേ യേശു അവളെ കണ്ടു. അവളോട് അവൻ പറയുകയുണ്ടായി, സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു. ഒരു വാക്ക്, ഒരു സ്നേഹസ്പർശം. അവൾ ക്ഷണത്തിൽ നിവർന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തി. എന്നാൽ ഈ അത്ഭുതത്തിൽ പോലും ചിലർ അതിൽ സന്തോഷിക്കേണ്ടതിന് പകരം യേശുവിനെ വിമർശിച്ചു. ശാബത്തിൽ രോഗശാന്തി വരുത്തരുത് എന്നായിരുന്നു അവരുടെ വാദം. പക്ഷേ യേശു അവർക്ക് മറുപടി നൽകി, നിങ്ങൾ ശാബത്തിൽ നിങ്ങളുടെ കാളയെയും കഴുതയെയും അഴിച്ച് വെള്ളം കുടിപ്പിക്കില്ലേ? എന്നാൽ 18 വർഷമായി ബന്ധയായ ഈ ദുർഭാഗ്യയെ മോചിപ്പിക്കേണ്ടതല്ലയോ? ഈ ഒരു സംഭവത്തിൽ നിന്നും നമുക്ക് ദൈവം തരുന്ന പ്രധാന സന്ദേശങ്ങൾ എന്തെന്നാൽ, ഒന്നാമതായി ദൈവം നമ്മെ കാണുന്നു. ലോകം അവഗണിച്ചാലും ദൈവദൃഷ്ടിയിൽ ഒരാളും മറഞ്ഞു പോകുന്നില്ല. രണ്ടാമതായി യേശു മോചിപ്പിക്കുന്നവനാണ്. അവൻ്റെ ഒരു വാക്ക് മാത്രമേ വേണ്ടൂ. കൂനിയായ സ്ത്രീ സൗഖ്യം പ്രാപിച്ചതുപോലെ അവൻ നമ്മയും ശുദ്ധീകരിക്കും. മൂന്നാമതായി, നിയമത്തേക്കാൾ മഹത്വം സ്നേഹത്തിനും കരുണയ്ക്കുമാണ്. ശാബത്തിനെക്കാട്ടിലും ഒരു മനുഷ്യന്റെ മോചനമാണ് യേശുവിന് പ്രധാനം. നാലാമതായി, പാപവും പ്രശ്നങ്ങളും നമ്മെ കൂനിയാക്കാം. ഭയം, നിരാശ, വ്യാകുലത എന്നിവ നമ്മെ അടിച്ചമർത്തുന്നു. എന്നാൽ യേശു നമ്മെ സ്വതന്ത്രരാക്കുന്നു. അഞ്ചാമതായി, യേശുവിൻ്റെ വിളി കേട്ട് മുന്നോട്ട് വരണം. മോചനം ലഭിക്കാൻ നമ്മൾ ദൈവത്തിൻ്റെ അടുത്ത് വരണം. അവൻ്റെ സ്നേഹത്തെ സ്വീകരിക്കണം. ആറാമതായി, ദൈവപ്രവർത്തനങ്ങളിൽ സന്തോഷിക്കുക. പുരുഷാരം യേശുവിൻ്റെ മഹത്വം കണ്ട് സന്തോഷിച്ചതുപോലെ നാം ദൈവത്തിൻ്റെ പ്രവൃത്തികളെ ഉല്ലാസത്തോടെ സ്വീകരിക്കണം. നമുക്കും നമ്മുടെ മനസ്സിൽ നിന്നും അഹങ്കാരത്തിൻ്റെ കൂനം നീക്കി യേശുവിൻ്റെ കരം തൊടുവാൻ മുന്നോട്ട് വരാം. അവൻ വിളിക്കുമ്പോൾ, അവൻ ശബ്ദിക്കുമ്പോൾ നമ്മുടെ ജീവിതം മാറും. നമുക്കും യേശുവിൻ്റെ മോചനം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ആമീൻ.